ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം തരുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലേക്കാണല്ലോ നാം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് 10-ാം അധ്യായം തുടങ്ങാനായിട്ട് പോകുന്നു. 9-ാം അധ്യായത്തിൽ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. 8, 9 അധ്യായങ്ങൾ നമ്മൾ നല്ലവണ്ണം പഠിച്ചതാണ്. ഞാൻ ബാക്കിലോട്ട് പോകുന്നില്ല. നമുക്ക് 10-ാം അധ്യായം നമ്മളിപ്പോൾ വായിച്ചു കേട്ടല്ലോ. 10, 11, 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളില് അപ്പോസ്തോലൻ തന്റെ അപ്പോസ്തോലിത്തത്തെ എന്താ പറയുക ആ അപ്പോസ്തലഷിപ്പിനെ കുറിച്ചുള്ള സമർത്ഥനമാണ്. കാരണം കൊരിന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങള് അപ്പോസ്തോലിനെ എന്താ പറഞ്ഞ വിശ്വസിച്ചു അംഗീകരിച്ചെങ്കിലും ചെറിയൊരു ഭാഗം എതിരായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി ഒപ്പോണൻസ് ഉണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ ഭാഗവും അപ്പോസ്തോലിനെ അംഗീകരിച്ചവരാണ്. പക്ഷെ കുറച്ചു പേർ മാത്രം തനിക്കെതിരെ വിമർശനവുമായിട്ട് വന്നിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ഇവൻ അപ്പോസ്തലഷിപ്പിനെ കുറിച്ച് തന്നെ ചോദ്യം ചെയ്ത അവസ്ഥ ഉണ്ടായി. അപ്പൊ നമുക്ക് ഈ 10, 11, 12, 13 വാക്കിൽ അധ്യായങ്ങൾ നമ്മൾ അതാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ മനസ്സിലിരിക്കണം, അപ്പോസ്തലന്റെ അപ്പോസ്തലഷിപ്പിനെ കുറിച്ചുള്ള ചോദ്യം ചെയ്യുന്ന വിമർശകരോട് ഉള്ള മറുപടിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒരു നമ്മൾ വായിച്ചു 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു. ഞാൻ 1-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ള പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇതിനകത്ത് കുറച്ച് കട്ടിയായ വാക്കുകൾ ഉണ്ടെങ്കിലും അത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അത് നമുക്ക് സാവധാനമായിട്ട് പഠിക്കാം. അപ്പൊ ഞാൻ POC ബൈബിള് വായിക്കാം. അത് ഒന്ന് കേട്ടിരുന്നാൽ മതി. അടുത്തായിരിക്കുമ്പോൾ സമക്ഷത്തെന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തന്റേടിയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. തന്റെ വിമർശകരോട് അല്ലെങ്കിൽ ഒപ്പോണൻസിനോട് പൗലോസിനുള്ള മറുപടിയാണ്. ഇപ്പൊ നമുക്ക് 3 കാര്യങ്ങൾ ഇവിടെ കാണും. ഒന്നാമത്, പൗലോസ് അപ്പോസ്തലൻ തന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? കേവലം പൗലോസായ ഞാനൊരു പേര് മാത്രമേ ഉള്ളൂ, അപ്പോസ്തലൻ എന്ന് പോലും പറയുന്നില്ല അവിടെ അല്ലേ. കേവലം പൗലോസായ ഞാന്, ആ പൗലോസ് ആയ ഞാനൊരു വ്യക്തി, നിങ്ങളെപ്പോലൊരു വ്യക്തി മാത്രമാണെന്നുള്ള ചിന്തയോടുകൂടിയാണ് കേവലം പൗലോസായ ഞാൻ. രണ്ടാമത് പറയുന്നത് അവിടെ ഒരു അപ്പോസ്തോലൻ എന്ന അധികാരത്തോടെ അല്ലാതെ അവരോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കേവലം ഒരു പൗലോസ് അല്ലെ ഒരു വ്യക്തിയായ ഞാൻ എന്റെ അപ്പോസ്തോൽഷിപ്പിന്റെ ഒരു അധികാരമൊന്നും ഇല്ലാതെ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പിന്നെ തന്റെ ഈ അപേക്ഷയെ താൻ അടിസ്ഥാനപ്പെടുത്തുന്നത് ക്രിസ്തുവിനോടാണ്. ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച്. എന്റെ സൗമ്യതയല്ല, എന്റെ കോർവർക്കേഴ്സിന്റെ സൗമ്യതയല്ല, ആരുടെയും സൗമ്യതയല്ല, എന്റെ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. കുറെ 1 മുതൽ 10 വരെ 9 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി പൗലോസിന്റെ ടോണിനൊരു ചേഞ്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു നേരത്തെ കൽപ്പനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അപേക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ചിലർ പറയുന്നത് ഈ 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ പൗലോസ് നേരത്തെ എഴുതിയതും 10, 11, 12, 13 അധ്യായങ്ങൾ അതിനോട് പിന്നെ കൂട്ടിച്ചേർത്തതാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് നമുക്ക് അതിനായിട്ടുള്ള വിശദീകരണങ്ങളൊന്നും ഇല്ല. എങ്കിലും ആ ടോണിന് വ്യത്യാസമുണ്ട്. അതുപോലെ നമുക്ക് ഈ അധ്യായങ്ങളിലൊക്കെ നമുക്ക് പൗലോസിന്റെ മറ്റ് ലേഖനങ്ങളും എഴുത്തുകളും ഒക്കെ നമ്മൾ നോക്കുമ്പോഴേ പൗലോസ് തന്റെ ക്രെഡൻഷ്യലിനെ കുറിച്ച് ഒരിക്കലും
അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എക്സെപ്റ്റ് ആ ഫിലിപ്പിയ ലേഖനത്തിൽ മാത്രം താൻ ആരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഇസ്രയേലിയരാണ്, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നൊക്കെ അങ്ങനെ അവരോട് പറഞ്ഞ സന്ദർഭത്തിൽ മാത്രം പൗലോസ് തന്റെ ക്രെഡൻഷ്യൽസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 1 കൊരിന്ത്യൻ 2 കൊരിന്ത്യൻ ലേഖനങ്ങളിൽ മാത്രമാണ് പൗലോസ് തന്റെ ക്രെഡൻഷ്യൽസ് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തന്റെ കഷ്ടതകളെ കുറിച്ചും ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളത് ഈ 2 കൊരിന്ത്യൻ ലേഖനത്തിലാണ്. അതിന് കാരണമുണ്ട്. കാരണം ആ ഒരു അപ്പോസ്റ്റൽഷിപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥ വന്നപ്പോഴാണ് താന് താൻ തന്നാൽ ഉളവായ ഒരു സഭയായിരുന്നല്ലോ. എന്നിട്ട് അവര് കുറെ കാലം പൗലോസ് അപ്പോസ്തലന്റെ ഉപദേശങ്ങളെ അനുസരിച്ചെങ്കിലും കുറെ ആൾക്കാർ ഉപദേശത്തിൽ നിന്നും വ്യതിചലിച്ചു പോവുകയും തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്ന സമയത്താണ് പൗലോസ് അപ്പോസ്തലൻ ഇതൊക്കെ പറയുന്നത്. 12-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, പൗലോസ് പറയുന്നുണ്ട്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്, നമ്മളൊക്കെ ആരാണ് ദൈവത്തിന്റെ ഒരു ദർശനം കണ്ടെങ്കിൽ നമ്മൾ എല്ലാവരോടും വിളിച്ചു പറയല്ലേ, എങ്ങനെയെങ്കിലും നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നമ്മൾ വിളിച്ചു പറയും. പക്ഷെ പൗലോസ് 14 വർഷങ്ങൾക്ക് ശേഷമാണ് താൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടെന്ന കാര്യം ആരോടെങ്കിലും പറയുന്നത്. അതും ആരോടാ പറഞ്ഞേ? കൊരിന്ത്യരോടാ പറഞ്ഞത്. അപ്പൊ അതിനും കാരണമുണ്ട്. തന്നെ വിമർശിച്ചവരോട് മാത്രമാണ് പൗലോസ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചോണം. നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനൊന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നു എന്നുമുള്ള പൗലോസായ ഞാൻ. ഇംഗ്ലീഷ് പറയുന്ന നൗ ഐ പോൾ ആം പ്ലീഡിങ് വിത്ത് യു ഓർ ബെഗിങ് വിത്ത് യു. അപ്പൊ ആ ഒരു അപേക്ഷയാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വലിയൊരു ചോദ്യങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് നമ്മൾ 13-ാം അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട്, പൗലോസ് ക്രിസ്തുവിൽ സംസാരിക്കുന്നു എന്ന് തുമ്പന്വേഷിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞത്. ഇത് കർത്താവിനാലാണോ സംസാരിക്കുന്നത് ചോദിച്ചൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്നത്. ഇതിന് വിപരീതമായ ഒരു സഭയെ നമ്മൾ കാണുന്നുണ്ട്, തെസ്സലോനിക്ക സഭ. എല്ലാവർക്കും അറിയാമല്ലോ. അതിന്റെ കുറച്ച് വാക്യങ്ങൾ കൂടെ നമുക്ക് വായിച്ചിട്ട് പോകാം. കാരണം നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നും ഒരു സഭ എങ്ങനെ ആയിരിക്കണമെന്നും പറയുന്ന നല്ലൊരു ലേഖനമാണ് തെസ്സലോനിക്ക സഭ. ഒരു മാതൃകയാണ്. എല്ലാ സഭകൾക്കും ഒരു മാതൃകയാണ് തെസ്സലോനിക്ക സഭ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവരും പൗലോസ് കുറച്ചുനാൾ മാത്രം, ഞാൻ പഠിച്ചതിൽ വെച്ച് എനിക്ക് മനസ്സിലാകുന്ന 2 ആഴ്ചയോ അല്ലെങ്കിൽ 2 മാസത്തിൽ താഴെയോ ആയിരിക്കാം പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയിൽ വചനം പഠിപ്പിക്കുക അവിടെ പോവുകയൊക്കെ ചെയ്തത്. പക്ഷേ കൊരിന്ത് സഭയിൽ എത്ര നാൾ പൗലോസ് അപ്പോസ്തലൻ വചനം പഠിപ്പിച്ചു? 1.5 വർഷത്തോളം അവിടെ പാർത്തുകൊണ്ട് സുവിശേഷിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. പൗലോസ് അപ്പോസ്തലന് ശേഷം പൗലോസ് 1.5 വർഷം അവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് അപ്പല്ലോസ് അവിടെ ഉണ്ടായിരുന്നു. അത് തന്നെയല്ല, അക്വിലാസും പ്രിസ്കയും എന്ന് പറയുന്ന എന്ന് പറയുന്ന നല്ല പ്രാധാന്യമുള്ള പ്രചാരമുള്ള സുവിശേഷകരും അവിടെ ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നിട്ട് പോലും കൊരിന്ത്യ സഭ പൗലോസ് അപ്പോസ്തലന്റെയും ക്രിസ്തുവിന്റെയും ഉപദേശത്തിൽ നിന്ന് തെറ്റിപ്പോകാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ ചെറിയ ഒരു കാലയളവ് മാത്രം പൗലോസ് അപ്പോസ്തലൻ വചനം പഠിപ്പിച്ച തെസ്സലോനിക്ക സഭയെ കുറിച്ച് നമുക്ക് നോക്കാം. 1 തെസ്സലോനിക്കർ 1:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 1:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞ തെസ്സലോനിക്ക സഭ നിലനിന്നത് വചനത്തിലാണ്. നമ്മളെല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, പൗലോസ് അപ്പോസ്തലൻ അവിടെ കൊരിന്ത്യ സഭയെ വചനം പഠിപ്പിച്ചു. പക്ഷെ അവർ വചനത്തിൽ നിലനിന്നില്ല. അവരുടെ ഇടയിലുള്ള ദുരുപദേഷ്ടാക്കന്മാർ അവരെ വചനത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. ഈ കാലത്തിലും അനേക ദുരുപദേഷ്ടാക്കന്മാർ നമ്മുടെ ഇടയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും എന്താ ചെയ്യേണ്ടത്? കേട്ട വചനം ദൈവവചനമായിട്ട് കൈക്കൊള്ളണം. ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിൽ എഴുതി തന്നിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അവർക്ക് എഴുതി കൊടുത്തിട്ടില്ലായിരുന്നു. ആ എഴുതി കൊടുത്ത വചനം നമ്മൾ പഠിക്കണം. പഠിച്ചാൽ ബേസിക് നമുക്ക് അടിസ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ദുരുപദേശത്തേക്കും എന്താ അത് ദുരുപദേശമാണെന്നത് മനസ്സിലാക്കുവാനായിട്ട്, സത്യം അറിഞ്ഞാലേ അസത്യം മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. നമുക്ക് വായിക്കാം. 1 തെസ്സലോനിക്കർ 1 നിങ്ങൾ എടുക്കുന്ന സമയം കൊണ്ടാ. ഓക്കെ, 5 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ സുവിശേഷം
തെസ്സലോനിക്കരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടോ? ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്നറിയുന്നല്ലോ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും വളരെ കഷ്ടം അനുഭവിച്ചൊരു സഭയായിരുന്നു തെസ്സലോനിക്ക സഭ. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കദോനിയിലും ആഖായിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമല്ല. ഇവിടെ തെസ്സലോനിക്ക സഭയെ കുറിച്ച് പറയുന്നു. അവര് കുറച്ചു കാലമേ വചനം കേട്ടുള്ളൂ. അവരാ വചനം കേട്ട വചനം മറ്റുള്ളവരോട് പറഞ്ഞു. നമുക്കറിയാം, ഗ്രീസിന്റെ ഭാഗമാണല്ലോ ഈ മക്കദോനിയ എല്ലാ ഭാഗങ്ങളും. ഒരു സൈഡ് മക്കദോനിയ, മറ്റേ സൈഡ് അഖായയിലുള്ളതാണ് കൊരിന്ത്. അപ്പൊ ഈ കൊരിന്തിൽ നിന്ന് എവിടെ വചനം കേട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇത്രയും ദൈവവചനം പഠിപ്പിച്ച് അവര് മറ്റുള്ളവരെ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല. ഇവിടെ തെസ്സലോനിക്ക സഭ ഒരു വചനം കേട്ടു, ക്രിസ്തുവിന് അനുകാരികളായി തീർന്നു. അവര് പഠിച്ച വചനം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. ഒരു വാക്യം കൂടെ വായിക്കാം. 1 തെസ്സലോനിക്കർ അത് തന്നെ 2-ാം അധ്യായം 13-ാം വാക്യം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യം അത്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ഇടവിടാതെ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു, വിശ്വസിക്കാൻ നിങ്ങൾ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം മനുഷ്യരുടെ വചനമായിട്ടല്ല പൗലോസ് അപ്പോസ്തലനും കൂട്ടരും അവരുടെ പ്രസംഗിപ്പിച്ചു. അവർ ദൈവവചനമായിട്ട് കേട്ടത് കൊണ്ട് അവരത് വിശ്വസിച്ചു. അവരിലത് വിശ്വസിക്കാൻ നിങ്ങൾ അത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവവചനം വ്യാപരിക്കണമെങ്കിൽ അത് വിശ്വസിക്കണം. വെറുതെ നമ്മൾ വായിച്ചു പോയാൽ മാത്രമല്ല. തെസ്സലോനിക്കക്കാർ എല്ലാത്തിനും ഒരു മാതൃകയായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ കോണ്ടെക്സ്റ്റിലേക്ക് വരാം. അപ്പം പൗലോസ് എന്ന ഞാൻ അപേക്ഷിക്കുന്നു, നമ്മളത് പഠിച്ചു. ഇനി അവർ പോളിനെ പറ്റി പറയുന്ന എന്താ? സമക്ഷത്വ താഴ്മയുള്ളവൻ, അരികത്തിരിക്കുമ്പോൾ മാത്രം താഴ്മയുള്ളവൻ എന്നാ പറയുന്നത്. പൗലോസ് അത് പറയുന്നത് ദൂരെ ഇരിക്കുമ്പോൾ ഒരു ധൈര്യം, ഒരു ബോൾഡ് ആണെന്നാ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത്. ഇവിടെ പറഞ്ഞ ഇംഗ്ലീഷ് പറയുന്നത് വെൻ ഫേസ് ടു ഫേസ് വിത്ത് യു. ആ ഒരു ഫേസ് ടു ഫേസ് ആയിരിക്കുമ്പോൾ മാത്രം, നിങ്ങളുടെ സമീപത്തിരിക്കുമ്പോൾ മാത്രം ഞാൻ താഴ്മയുള്ളവനെന്ന് നിങ്ങൾ പറയുന്നു എന്നാ അതിന്റെ അർത്ഥം കേട്ടോ. അല്ലാതെ പൗലോസ് പറയുകയല്ല ഞാൻ താഴ്മയുള്ളവൻ അല്ല. ഇവിടെ കൊരിന്ത്യർ പൗലോസിനെ കുറിച്ച് പറയുന്നത് അവരുടെ അടുത്തിരിക്കുമ്പോൾ മാത്രം താഴ്മയുള്ളവൻ. വേറെ ട്രാൻസ്ലേഷൻ പറയുന്നത് ടിമിഡ് എന്നാ പറയുന്നത്. അപ്പൊ അവൻ അതിന്റെ അർത്ഥം ഒരു ഭീരു. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് വെറും കാണിക്കാൻ വേണ്ടി ടിമിഡ് ആണെന്നോ അല്ലെങ്കിൽ ഒരു ഭീരുവാണെന്നോ, ഞങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ മാത്രം നീ നിന്റെ താഴ്മ കാണിക്കുന്നു എന്നുമാണ് പൗലോസിനെ കുറിച്ച് പറയുന്നത്. പിന്നെ പറയുന്നത് ദൂരത്തിരിക്കുമ്പോൾ ധൈര്യപ്പെടുന്നവൻ, ബോൾഡായിട്ടിരിക്കുന്ന. രണ്ടും ഒരു വിപരീത അർത്ഥമല്ലേ? ഞാൻ ഒരാളുടെ അടുത്തിരിക്കുമ്പോൾ ഞാൻ ഒരു പാവമാണ്, അല്ലെങ്കിൽ ഭീരുവാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആ ആള് തന്നെ ദൂരെ ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു ബോൾഡ് ആയിട്ടുള്ള ആളാണെന്ന്. അത് ഒരിക്കലും ഒരു ക്രിസ്തു വിശ്വാസിക്ക് ചേർന്നതല്ല, അല്ലേ? ക്രിസ്തുവിൻ എപ്പോഴും ഒരേ സ്വഭാവം തന്നെയായിരുന്നു. അപ്പൊ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പൗലോസും അതേ സ്വഭാവം തന്നെയായിരുന്നു. അപ്പൊ ഇവരെ വിമർശകരാണ് പൗലോസിനെ പറയുന്നത്. ക്രിസ്തുവിന്റെ സ്വഭാവം പിന്തുടരേണ്ട ദൈവമക്കളെല്ലാം അങ്ങനെ തന്നെയായിരിക്കും. പൗലോസ് എപ്പോഴും പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞ പൗലോസിനെയാണ് ഇങ്ങനെ പറയുന്നത്. നമ്മൾ POC വായിച്ച എങ്ങനെയായിരുന്നു? തൻ്റെടി എന്നാ പറയുന്നത്, അല്ലേ? ആ തൻ്റെടി എന്നാ വിളിച്ചത്. അപ്പം ബോൾഡായ പൗലോസ് ഞങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ മാത്രം ധീരത്വത്തോടിരിക്കുന്നു, അല്ലെങ്കിൽ ചിമിടായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ താഴ്മയായിട്ടിരിക്കുന്നു. ദൂരത്തിരിക്കുമ്പോൾ ഒരു സിംഹത്തെ പോലെയാണെന്ന്. അപ്പൊ നമുക്ക് അടുത്ത അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം അവന്റെ ലേഖനങ്ങൾ മികവുറ്റതും ഭയങ്കര ഘനമുള്ളതുമാണ്. പക്ഷെ ദേഹസന്നിധിയോ
ചെറുതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പൗലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം പൗലോസിനെ താഴ്ത്തിക്കെട്ടുന്ന ഒരു സ്വഭാവമാണ് അവന്റെ. അപ്പൊ അകലത്തിരിക്കുമ്പോൾ ഒരു സിംഹത്തെ പോലെ ഗർജിക്കുകയും അതുപോലെ ലേഖനങ്ങളിലെല്ലാം ശരിക്കും നല്ല പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം എത്ര ഘനമായ ലേഖനങ്ങളല്ലേ. അപ്പൊ ആ പ്രത്യേകിച്ച് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ അവരൊരു ശാസനയുടെ ഒരു ധ്വനിയുണ്ട്. അതുകൊണ്ടാണ് അവിടെ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് അവർ അങ്ങനെ പറയുന്ന ലേഖനങ്ങളിലൂടെയൊക്കെ എഴുതിയപ്പം ഇത്രത്തോളം ബോൾഡ് ആണ്. പക്ഷെ ഞങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ നീ ഭയങ്കര ടീമഡായിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് പറയുന്ന അവിടെ ഞാൻ ക്രിസ്തുവിന്റെ ശാന്തതയും സൗമ്യതയും ഓർപ്പിച്ച് നിങ്ങളോട് ഇങ്ങനെ നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നത്. പൗലോസിന്റെ വിമർശനം പറയുന്നത് ഞാൻ താഴ്മ, നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് താഴ്മ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബോൾഡ് ആണ്, അല്ലെങ്കിൽ ഒരു തന്റേടിയാണ്, സിംഹത്തെ പോലെ ഗർജിക്കുന്നവനാണെന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെയുള്ളവരോട് ഞാൻ എങ്ങനെയാ പറയുന്നത്? പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ ശാന്തതയും സൗമ്യതയും ഓർപ്പിച്ച് നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്റെ താഴ്മയല്ല, ക്രിസ്തുവിന്റെ സൗമ്യത. അപ്പൊ ക്രിസ്തുവിന്റെ സൗമ്യത എന്താ? എല്ലാത്തിലും തന്നെ ദ്രോഹിച്ചു കഴിഞ്ഞാലും തന്നെ ക്രൂശിച്ചവരോടും പറഞ്ഞത് എന്താ പറഞ്ഞേ? കർത്താവ് ഇവർ ചെയ്യുന്ന ഇവരോട് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്നാ പറഞ്ഞ. പൗലോസും അങ്ങനെ തന്നെയാ പറയുന്നുള്ളൂ. നമ്മള് സൗമ്യതയ്ക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്ന ആരെയാ? മോശ അല്ലേ? മോശ എന്തോ ചെയ്തേ? തന്നെ എതിരിട്ടപ്പോൾ എന്തോ ചെയ്തത്? മിണ്ടാതെ നിന്നു അല്ലേ? അഹരോനും മിര്യാമും ഒക്കെ തന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ മിണ്ടാതെ നിന്നു. ദൈവം കേട്ടു, ദൈവം അതിന് മറുപടി കൊടുത്തു എങ്കിലും പക്ഷേ വിഗ്രഹാരാധനയിലും ഒക്കെ ഇസ്രായേൽ ജനങ്ങൾ മാറിപ്പോയപ്പോൾ എതിർക്കുകയും ദൈവത്തിന്റെ കൈകൊണ്ട് എഴുതി കൊടുത്ത കൽപ്പലക പൊട്ടിക്കുന്ന മോശയാണ് നമ്മൾ കാണുന്നത് അല്ലേ? കർത്താവ് അതുപോലെ തന്നെ തന്നെ കുറ്റം പറഞ്ഞപ്പോഴൊന്നും കർത്താവ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ദേവാലയത്തിൽ കയറി അവിടെ പോയിട്ട് ചാട്ടവാറെടുത്തുന്നാണ് നമ്മൾ കാണുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ എതിർത്തവരും ആ ഒരു ദേവാലയത്തോടുള്ള എരിവ്, ദൈവസംബന്ധമായ കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളിൽ മാത്രം എതിർപ്പ് പ്രകടിപ്പിക്കുകയോ, അതുപോലെ തന്നെ എന്തെങ്കിലും പറയുമ്പോൾ അത് മൗനമായിട്ടിരുന്ന് കേൾക്കുന്ന സ്വഭാവത്തെയാണ് സൗമ്യത എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ എപ്പോഴും ഇങ്ങനെ സൗമ്യമായിരിക്കുകയല്ല. ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴും സാധാരണ അത് സാരമില്ല, അതും അങ്ങനെ ആയിപ്പോട്ടെന്ന് വിചാരിക്കുന്ന ചിന്തയൊന്നും അല്ല കേട്ടോ. ആ രണ്ട് കാര്യങ്ങളിലും വേണം. മറ്റേ നമ്മോട് എതിർക്കുന്ന കാര്യങ്ങൾ നമ്മൾ സൗമ്യത എന്ന് പറയാനൊക്കത്തില്ലല്ലോ. നമ്മൾ മിണ്ടാതിരിക്കുക അഹിംസാവാദിയെ പോലെ. അല്ലാതെ ദൈവത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ, എതിർക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. അപ്പൊ സൗമ്യത എന്ന് പറയുന്ന മീക്ക്നെസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഈ തന്നെ എതിർക്കുന്നവരോടും വിനീതനായും സൗമ്യനായും ഇരിക്കുന്ന സ്വഭാവം. സൗമ്യതയുള്ളവർക്ക് മനസ്സിൽ ദേഷ്യവും കയ്പും ഒക്കെ ഇരിക്കാൻ. സൗമ്യതയുള്ളവർക്ക് ദേഷ്യവും കയ്പും ഒന്നും വെച്ചോണ്ടിരിക്കാനായിട്ട് ഒക്കത്തില്ല. അതുപോലെ തന്നെ ശാന്തത, ജെന്റിൽനെസ്, രണ്ടും സെയിം മീനിങ് ആണെങ്കിലും ഏകദേശമൊക്കെ ഒരു സെയിം മീനിങ്. പക്ഷെ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം ഒരു പദവിയിലിരിക്കുന്ന ആള് തന്റെ ആ പദവികളൊന്നും ഉപയോഗിക്കാതെ തന്നെ സാധാരണ ഒരു മനുഷ്യനെ പോലെ അപേക്ഷിക്കുന്ന ഒരവസ്ഥ. ഇപ്പൊ അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ ഒരു അപ്പോസ്തോലനാ. ആ അപ്പോസ്തലൻഷിപ്പിന് അധികാരങ്ങളുണ്ട്. ആ അധികാരം ഉപയോഗിക്കാൻ പൗലോസ് അപ്പോസ്തലനുണ്ട്. പക്ഷെ ആ അധികാരങ്ങൾ ഉപയോഗിക്കാതെ താൻ കേവലം പൗലോസായ ഞാൻ അപേക്ഷിക്കുന്നു എന്നല്ലേ പറഞ്ഞത് ഇവിടെ. അപ്പം മനസ്സിലാവും, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ തന്റെ ഒരു പദവിയുണ്ട്. ആ പദവി അനുസരിച്ചുള്ള പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അധികാരം താൻ ഉപയോഗിക്കാതെ കേവലം ഞാൻ നിങ്ങളെ പോലൊരു ആളാണെന്നുള്ള, ഞാനും നിങ്ങളും എല്ലാം ഒരുപോലെ ദൈവമക്കളാണെന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പം ആ ശാന്തതയും സൗമ്യതയുമോടെ ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ അപ്പോസ്തോലികമായ അധികാരങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ ആ രീതിയിലല്ല നിങ്ങളോട് പറയാൻ, നിങ്ങളോട് ബെഗ് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അപ്പം എന്താ പറയുക, നമ്മൾ പറയും നമുക്ക് ശകാരിക്കാനും ഒരു ശിക്ഷിക്കാനും ഒക്കെയുള്ള അധികാരം ഉണ്ടായിട്ടും ആ അധികാരങ്ങളൊന്നും ഉപയോഗിക്കാതെ താഴ്മയോടെ, സൗമ്യതയോടെ, ശാന്തതയോടെ പറയുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ഈ പൗലോസിന്റെ അടുത്തിരിക്കുമ്പോഴൊക്കെ സ്നേഹത്തോടെ ഇടപെടുന്ന പൗലോസിനെ അവർ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ
പറയുന്നത് അടുത്തിരിക്കുമ്പോൾ ഒരു ഭീരുവിനെ പോലെ ഞങ്ങളോട് അഭിനയിക്കുകയാണെന്നാണ് അവിടെ പറയുന്നത്. അതിന് അടുത്തിരിക്കുമ്പോൾ നീ സൗമ്യനാണ്, പക്ഷെ ദൂരത്തിരിക്കുമ്പോൾ നീ തന്റേടിയാണ്. അപ്പൊ നീ അടുത്തിരിക്കുമ്പോൾ, ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ നീ അഭിനയിക്കുകയായിരുന്നു എന്നാണ് അവരവിടെ പറഞ്ഞത് എന്നൊക്കെ. എങ്ങനെ ഇത് പറയാൻ പൗലോസ് അപേക്ഷിക്കാൻ കാരണം എന്താ? അവരെന്തോ പറഞ്ഞേ? ഏറ്റവും വലിയ എന്താ പറയാ, എപ്പോഴും ജഡത്തെ അനുസരിച്ച് നടക്കരുത്, ലോകത്തിന്റെ മോഹത്തിനനുസരിച്ച് പോകരുതെന്ന് പറയുന്ന പൗലോസിനോടായി പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ വാക്യം വായിക്കാം. എന്താ അവര് പറഞ്ഞത്? ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ ഭാവിക്കുന്നു. എന്തോ പറഞ്ഞേ? പൗലോസ് ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അങ്ങനെ ഖണ്ഡിതമായ ധൈര്യം കാണിപ്പാൻ ഇടവരരുതു എന്ന് അപേക്ഷിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കേ, ഇത്രയും നാൾ ക്രിസ്തുവിനെയും കുറിച്ചും ദൈവത്തിന്റെ വചനങ്ങളെ കുറിച്ചും എല്ലാം പഠിപ്പിച്ച്, ക്രിസ്തുവിന്റെ സ്വഭാവം എല്ലാം പഠിപ്പിച്ച പൗലോസ് അപ്പോസ്തലനോടാ പറയുന്നത്. പൗലോസ് അപ്പോസ്തലനും കൂട്ടരും, ഞങ്ങൾ എന്നാ പറയുന്നത്, കൂട്ടരും ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് അവർ പറയുന്നു. ഞാൻ POC ബൈബിളിൽ നിന്ന് വായിക്കാമേ. ചിലർ ഞങ്ങളെ ജഡീകന്മാരായി കരുതുന്ന ചിലരുണ്ട്. അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്നാൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരരുത് എന്ന് അഭ്യർത്ഥിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയെങ്കിലും നമുക്ക് സാവധാനം പഠിക്കാം. അപ്പൊ ഇവിടെ പൗലോസിനെ കുറിച്ച് പൗലോസിന്റെ ഒപ്പോണൻസ് പറയുന്ന പൗലോസ് ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്നാണ്. പോളിനെയും കൂടെയുള്ളവരെയും അവര് ജഡീകന്മാരായി കാണുന്നു, കാർണൽ ബീയിങ് ആയിട്ട് കാണുന്നു. നമുക്ക് നമ്മള് കൊരിന്ത്യരെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കൊരിന്ത്യർ ജഡീകന്മാരാണ്, ക്രിസ്തുവിൽ ശിശുക്കളാണെന്ന് പറഞ്ഞു. അല്ലെ, നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 3:1 2 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 3:1 2. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. അപ്പൊ ക്രിസ്തുവിൽ ശിശുവാണെന്നുള്ള ചിന്തയോടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ആ പദം തന്നെ പൗലോസ് അപ്പോസ്തലനെ അവർ വിളിക്കുക, പൗലോസും ക്രിസ്തുവിൽ ശിശുവാണ്, ജഡത്തെ അനുസരിച്ച് നടക്കുകയാണ്, ജഡീകനാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ ഈവൻ പത്രോസിൽ പോലും, പൗലോസ് അപ്പോസ്തലന്റെ എല്ലാ ലേഖനങ്ങളും, നമ്മൾ ഈ ജഡത്തെ അനുസരിച്ച് നടക്കരുത്, ലോകത്തിന്റെ മോഹത്തിനനുസരിച്ച് നടക്കരുത്, റോമാലേഖനം, ഗലാത്യ ലേഖനം, എല്ലാ ലേഖനങ്ങളും, കൊരിന്ത്യ ലേഖനം എല്ലാം നമ്മൾ കാണുന്നത് പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളിലാണ് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈവൻ പത്രോസിനെ പോലും താൻ കുറ്റം കണ്ടപ്പോൾ, പത്രോസിൽ പോലും കുറ്റം കണ്ടപ്പോൾ എതിർത്ത് നിന്നതാ പൗലോസ്, അല്ലേ? അറിയാം, ഓർമ്മയുണ്ടോ അത്? നമുക്കൊന്ന് വായിച്ചു പോകാം. ഒത്തിരി കാലമായില്ലേ വായിച്ചിട്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തില്, ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തില് അത്രം തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന, ക്രിസ്തുവിനോട് കൂടെ 3.5 വർഷക്കാലം നടന്ന പത്രോസിനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ എതിർത്തത്. വായിക്കാം, 2:11. എന്നാൽ കേഫാവ്, പത്രോസ്, അന്ത്യോക്യയിൽ വന്നാറ് അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. ആരാ? പൗലോസിന്റെ ലേഖനമല്ലേ ഗലാത്യ ലേഖനം. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിന്തിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവരോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടയായി വന്നു. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാല് പൗലോസ് അപ്പോസ്തലൻ ഒരു ദർശനമൊക്കെ കിട്ടിയില്ല. ആദ്യം യഹൂദന്മാരുടെ ഇടയിൽ മാത്രം സുവിശേഷം അറിയിച്ച പൗലോസ് 10-ാം അധ്യായം കഴിയുമ്പോൾ ഒരു തൂപ്പട്ടിയിൽ നാൽക്കാലി അങ്ങനെയുള്ള സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായി കണ്ടത്. ആ ഒരു ദർശനത്തിന് ശേഷം
പൗലോസ് അപ്പോസ്തലൻ ജാതികളിലേക്ക് സുവിശേഷവുമായി പോയി. പക്ഷെ പ്രശ്നം ഇവിടെ വന്ന് ജാതികളോട് കൂടെ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരിൽ നിന്നല്ലാതെ മറ്റു ജാതികളിൽ നിന്നും ദൈവത്തെ അനുസരിച്ച് വന്നവരെ, ഇവര് വിശ്വാസികളാ, പക്ഷെ ജാതികളെന്ന് പറഞ്ഞേക്കുന്നേ ഉള്ളൂ. മറ്റേ യഹൂദന്മാരെ കുറിച്ച് പറയേണ്ടത് കൊണ്ട് അവിടെ ജാതികളെന്ന് പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. എല്ലാവരും വിശ്വാസികളാ, പക്ഷെ ജാതികൾ വന്ന് അവരോട് കൂടെ പൗലോസ് അപ്പോസ്തലൻ കൂട്ടായ്മ കൂടി ആഹാരം കഴിക്കുകയൊക്കെ ചെയ്തു വന്നപ്പോൾ യെരൂശലേമിൽ നിന്ന് കുറെ ആൾക്കാര്, അല്ലെങ്കിൽ യാക്കോബ് അപ്പോസ്തലന്റെ അടുത്ത് നിന്ന് കുറെ ആൾക്കാര് അന്ത്യോക്യയിൽ വെച്ച സംഭവം വന്നപ്പോഴേ, യഹൂദന്മാര് വന്നപ്പോഴേ അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മാത്രം പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയുള്ളതെന്ന് മാറി നിന്നു. പൗലോസ് അപ്പോസ്തലൻ ജാതികളോട് കൂടെ കഴിച്ച, അല്ലെങ്കിൽ മറ്റു വിശ്വാസത്തോടെ കഴിച്ചതിലല്ല പ്രശ്നം. അവര് വന്നപ്പോൾ അവരുടെ കൂടെ മാത്രമേ ഇരിക്കുമെന്ന് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് പൗലോസ് അപ്പോസ്തലൻ ആ ജാതികൾ കൂടെ നിൽക്കുന്നതെന്ന് മാറി നിന്നു. അപ്പൊ യഹൂദന്മാരുടെ സൈഡായി. അതിനാണ് പറഞ്ഞ, നീ കാണിച്ചത് ശരിയല്ല, നീ നേരത്തെ ചെയ്ത പോലെ നിനക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ നീ അവരെ കാണിക്കാൻ, അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നീ അതിൽ നിന്ന് മാറി നിന്നു എന്ന് പൗലോസിനോട് എല്ലാവരുടെയും മുമ്പേ പറയാനായിട്ട് ഇടയായി വന്നു. അങ്ങനെ പറഞ്ഞ, ഇപ്പം പത്രോസിനെ പോലും എതിർത്ത് നിൽക്കുന്ന പൗലോസിനോടാണ് കൊരിന്ത്യർ പറയുന്നേ, ആ തന്നെ പിതാവിനെ പോലെ കരുതാനാ പറഞ്ഞത്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ അനേകം ഗുരുക്കന്മാർ ഉണ്ടായെങ്കിൽ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ച ഞാനില്ല, ഞാൻ പിതാവാണെന്ന് പറഞ്ഞ പൗലോസിനോടാണ് കൊരിന്ത്യ സഭ എതിർത്ത് നിൽക്കുന്നതെന്ന് ഓർക്കണം. തങ്ങളെ സുവിശേഷത്താൽ, വചനത്താൽ ജനിപ്പിച്ച് തന്റെ പിതാവെന്ന് പറയപ്പെടുന്ന പൗലോസ് അപ്പോസ്തലനാണ് പറയുന്നത്. എന്തോ പറയുന്നേ? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു. നമ്മളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ പറയും, അല്ലെ? നമ്മളോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ വിഷമം ഉണ്ടായിരിക്കും. അതുപോലെയാണ് പൗലോസ് അപ്പോസ്തലനോടും പറയുന്നത്, നീ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ മാത്രമല്ല, പൗലോസ് അപ്പോസ്തലന്റെ കൂടെയുള്ള എല്ലാവരും ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് പൗലോസിന്റെ വിമർശകർ, കൊരിന്ത്യയിലുള്ളവർ പറഞ്ഞു. മറ്റു ഒരു ലേഖനങ്ങളിലും നമുക്കത് കാണുവാനായിട്ടില്ല. പൗലോസിനെ ചോദ്യം ചെയ്തൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ഇത്രത്തോളം പൗലോസിനെ ക്രൂശിപ്പിച്ച ഒരേ ലേഖനവും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു സഭയും, അങ്ങനെയുള്ള ഒരു സഭ ഇല്ലായിരുന്നു നമുക്ക് കാണുവാനായിട്ട്, കൊരിന്ത്യരൊഴികെ. അപ്പൊ പൗലോസ് അപ്പോസ്തലനെ അവിടെ പറഞ്ഞ, ഇങ്ങനെയുള്ളവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്. പക്ഷെ അവിടെ പറയുകയാണ്, പക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ അങ്ങനെ ഇനി അങ്ങനെ പെരുമാറരുത് എന്നാണ് എന്റെ ആഗ്രഹം. എനിക്ക് നിങ്ങൾ അങ്ങനെ ഇടപെടുമ്പോൾ ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ ആ ഒരു അധികാരത്തോടെ എനിക്ക് നിങ്ങളെ ശിക്ഷിക്കാം, നിങ്ങളെ വഴക്ക് പറയാം, നിങ്ങളെ ശകാരിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ഞാൻ അവിടെ വരുമ്പോൾ ഞാൻ അങ്ങനെ നിങ്ങളോട് പെരുമാറരുത് എന്നാണ് എന്റെ ആഗ്രഹം. അതിനാണ് ഈ ലെറ്റർ എഴുതുന്നത്. എന്താ കാരണം? ഞാൻ ഈ ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങള് ആ ഒരു ഇത് കേട്ടിട്ട് നിങ്ങൾ ബാക്ക് ടു നോർമൽ വരണം. അതുകൊണ്ടാണ്. കാരണം ബാക്ക് ടു നോർമലിൽ വന്നില്ലെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ സ്വഭാവം കീപ്പ് ചെയ്യുന്നതെങ്കിൽ, എനിക്ക് നിങ്ങളോട് അപ്പോസ്തലൻ എങ്ങനെ പെരുമാറുമോ അതുപോലെ പെരുമാറേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ക്രിസ്തുവിന്റെ ശാന്തതയും സൗമ്യതയും ഓർപ്പിച്ച് നിങ്ങളോട് പറയുകയാണ്, സൗമ്യമായി പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടുക, തിരിച്ചു വരിക. നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ, എനിക്ക് എന്റേതായ അധികാരം അപ്പോസ്തലൻ എന്ന അധികാരം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു. സഭയിൽ നിന്ന് പുറത്താക്കണമെന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, നമ്മൾ പഠിച്ചതാണ്. അവിടെ ഇതും അതുമാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ താഴ്മയോടുകൂടെ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടുകയാണെങ്കിൽ എനിക്ക് ആ അധികാരവും ശക്തിയും ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഇപ്പോൾ എഴുതുന്നതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇങ്ങനെയുള്ള അനേകം വാക്യങ്ങൾ നമ്മൾ 1 കൊരിന്ത്യർ 2 കൊരിന്ത്യരിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് കുറച്ച് വാക്യങ്ങൾ മാത്രം വായിച്ചു മുമ്പോട്ട് പോകാം. കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞു പോയാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുകയില്ല. അപ്പം പൗലോസ് ഇങ്ങനെയൊക്കെ പറയുന്നെന്നാണ് പറയുന്നത്. പൗലോസ് നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ധൈര്യമുള്ളവൻ, താഴ്മയുള്ളവൻ എന്ന് പറയുന്നു, ദൂരെ ഇരിക്കുമ്പോൾ തന്റേടിയാന്ന് പറയുന്നത്. പക്ഷെ ഞാൻ എന്റെ അധികാരങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, കാരണം നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നാണ് എന്റെ ആഗ്രഹം.
വായിക്കാം. 2 കൊരിന്ത്യർ 1:17. ഞാൻ അടുത്തൊന്നും എടുക്കണമെന്ന് നിർബന്ധമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ വായിച്ചു പോകാം. 2 കൊരിന്ത്യർ 1:17. ഇങ്ങനെ വിചാരിച്ചത് ഞാൻ ചാബല്യം കാണിച്ചു, അല്ലെങ്കിൽ എന്റെ വാക്ക് ഉവ്വു ഉവ്വു ഇല്ല ഇല്ല എന്ന് ആകുവാൻ തക്കോണം എന്റെ നിരൂപണം ജഡിക നിരൂപണങ്ങളോ. ജഡികങ്ങളെ പോലെ അല്ലെ ഞാൻ സംസാരിക്കും. അവര് പറയുന്നു പൗലോസ് ഒരിക്കൽ എസ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് തന്നെ നോ എന്ന് പറയും. അവര് എന്റെ നിരൂപണങ്ങൾ ജഡിക നിരൂപണങ്ങളാണോ? ഇനി 2 കൊരിന്ത്യർ 13 അധ്യായം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 13:2-3. ഞാൻ 2-ാം പ്രാവശ്യം നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കയില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ദൂരത്തിരുന്നു കൊണ്ട് ആ പാപം ചെയ്തവരോടും മറ്റെല്ലാവരോടും മുൻകൂട്ടി പറയുന്നു, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നുവല്ലോ. അവൻ നിങ്ങളെ സംബന്ധിച്ചു ബലഹീനല്ല, നിങ്ങളിൽ ശക്തൻ തന്നെ. അപ്പൊ നിങ്ങൾ എന്നിൽ ക്രിസ്തു സംസാരിക്കുന്നു എന്ന് തുമ്പ് അന്വേഷിക്കുന്നല്ലോ. പറയുന്നത് പൗലോസിന്റെ വായിൽ നിന്നുള്ളതൊക്കെ, ഹൃദയത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന്. ഇനി 1 കൊരിന്ത്യർ 4:21 എടുക്കണ്ട. 1 കൊരിന്ത്യർ 4:21. നിങ്ങൾക്ക് ഏത് വേണം? ഞാൻ വടിയോടുകൂടെയോ സ്നേഹത്തിലും സൗമാത്മാവിലുമോ നിങ്ങളുടെ അടുക്കൽ വരണ്ടേ? അവിടെ ചീർത്തിരിക്കുന്നവരോടാണ് പറഞ്ഞത്. തങ്ങൾ വലിയവരാണെന്ന് ചീർത്തിരിക്കുന്നവരോട്. 2 കൊരിന്ത്യർ 13:9-10. ഞങ്ങൾ ബലഹീനരും, 2 കൊരിന്ത്യർ 13:9-10. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു, നിങ്ങളുടെ യഥാസ്ഥാനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നിമിത്തം ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളവാനല്ല പണിവാൻ അത്രേ കർത്താവ് തന്ന അധികാരത്തിന് തക്കവണ്ണം ഖണ്ഡിതം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് ദൂരത്ത് നിന്നിരുന്നു. സെയിം അർത്ഥം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ പറയുന്ന നിങ്ങളുടെ യഥാസ്ഥാനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നിമിത്തം ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളവാനല്ല പണിവാനത്രേ കർത്താവ് തന്ന അധികാരത്തിന് തക്കവണ്ണം ഖണ്ഡിതം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് ദൂരത്ത് നിന്ന് എഴുതുന്നു. അപ്പം കർത്താവ് അവർക്കൊരു അധികാരം കൊടുത്തിട്ടുണ്ട്. എന്തോത്തിനുള്ള അധികാരം? പണിവാനും ഇടിച്ചു കളയുവാനുമുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ആ അധികാരത്തിനനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് അങ്ങനെ പെരുമാറുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. ഞാൻ നിങ്ങൾക്ക് ലെറ്റർ എഴുതുകയും ചെയ്യണം. ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ മാനസാന്തരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് നമ്മൾക്ക് ഒരു ആവശ്യം. നമ്മൾ വചനം പഠിപ്പിക്കുകയോ അല്ലെ ഒരാളോട് വചനം പറയുക ചെയ്യുക, പക്ഷെ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം. പൗലോസ് അപ്പോസ്തലന്റെ ബെസ്റ്റ് എക്സാമ്പിളാ. നമ്മൾ വചനം പറഞ്ഞു കൊടുക്കുന്നു, അവർ മാനസാന്തരപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം. അതുകൊണ്ട് ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും വേണം. ഓക്കെ, ഇനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. 3-ാമത്തെ വാക്യം. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ പറയുക ഞങ്ങള് ജഡീകന്മാരാണെന്ന് പറയുന്നവരോട് പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ശ്രദ്ധിച്ചു കേൾക്കണേ. ജഡത്തിൽ സഞ്ചരിക്കുന്നവർ, വാക്ക് ഇൻ ദ ഫ്ലഷ്. ഓക്കെ, NCV ബൈബിള് പറയുന്നത് വി ഡു ലിവ് ഇൻ ദ വേൾഡ് എന്ന്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളെ പോലെ തന്നെ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. വി ഡു ലിവ് ഇൻ ദിസ് വേൾഡ്. അപ്പം വാക്ക് ഇൻ ദ ഫ്ലഷ്. അപ്പൊ ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ജഡ ശരീരത്തിൽ ജീവിക്കുന്നവരാണ്, ഹ്യൂമൻ ബീങ് ആണ്, അല്ലെങ്കിൽ മാംസവും രക്തവും ഉള്ളവരാണ്. നിങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങളും, ഞങ്ങൾക്ക് വ്യത്യാസമില്ല. പക്ഷെ കൊരിന്ത്യർ പറയുന്ന എങ്ങനെയാ? പൗലോസ് പറയാ ഞങ്ങൾ വി വാക്ക് ഇൻ ദ ഫ്ലഷ്, വി ഡു ലിവ് ഇൻ ദ വേൾഡ്. പക്ഷെ പൗലോസ് അപ്പോസ്തലന്റെ ഒപ്പോണൻസ് പറയുന്നത് എങ്ങനെയാ? ദേ വാക്ക് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്. മാറ്റമുണ്ട്. ലിവ് ഇൻ ദ ഫ്ലഷും വാക്ക് അക്കോർഡിംഗ് ടു ദ ഫ്ലഷും. ലോകത്തിൽ നടക്കുന്നവരും അല്ലെങ്കിൽ ജഡത്തിൽ നടക്കുന്നവരും ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരും. പൗലോസ് അപ്പോസ്തലൻ പറയാൻ ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ ജഡത്തിൽ നടക്കുന്നവരാണ്, പക്ഷേ ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരല്ല. ആ ജഡവും ഈ ജഡവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമ്മളെ ലോകം പറയുന്നത് പോലെ ഈ ലോകത്തിലുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ പറയും ലോകത്തെ അനുസരിച്ച് നടക്കുമെന്ന് പറയുമ്പോൾ ലോകവും അതിന്റെ മോഹങ്ങളെയും അനുസരിച്ച് നടക്കരുതെന്ന് അതിന്റെ അർത്ഥം. ലോകം നമ്മൾ പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ജഡം. പൗലോസ് അപ്പോസ്തലൻ ഞങ്ങൾ ജഡത്തിലാണ് നടക്കുന്നത്, ഞങ്ങൾ മാംസ രക്തം എല്ലാം ഉള്ളവരാണ്, ഒരു ഹ്യൂമൻ ബീങ് ആണ്, ഞങ്ങളൊരു ജഡത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ജഡത്തെ അനുസരിച്ചല്ല നടക്കുന്നത്,
എന്ന് പറയുന്നത്. അപ്പൊ അവര് പറയുന്ന പൗലോസ് അപ്പോസ്തലൻ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു, അതുകൊണ്ട് അവന് ജഡീകൻ ആണെന്നുള്ള രീതിയിലാണ് അവര് പറഞ്ഞത്. അപ്പം എന്നിട്ട് പറയുന്നു അപ്പം പൗലോസ് അപ്പോസ്തലൻ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തെ അനുസരിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ വാക്ക് അക്കോർഡിംഗ് ടു ദ വേൾഡ്, അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ മോഹങ്ങൾക്ക് അനുസരിച്ച് നടക്കുന്നു എന്ന് അവര് പൗലോസിനെ വിമർശിക്കാൻ ഇടയായിട്ടിരുന്നു. പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാ പറയുന്ന ഗലാത്യ ലേഖനത്തിൽ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ഞാൻ ജീവിക്കുന്ന ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ, അവിടെയും പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താൽ ആത്രേ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത്. അപ്പം ജഡത്തെ അനുസരിച്ച് ജീവിക്കുക, ജഡത്തിൽ ജീവിക്കുക. മനസ്സിലായല്ലോ അതിന്റെ വ്യത്യാസം. അപ്പം പൗലോസ് പറയുന്നത്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. അപ്പം ജഡപ്രകാരം പോരാടുക എന്ന് പറയുന്നത്, ഞങ്ങൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ഞങ്ങൾ മാനുഷികമായ രീതിയിലല്ല പെരുമാറുന്നത്, അല്ലെങ്കിൽ പോരാടുന്നത്. ഒരു സാധാരണ ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, ഞങ്ങളുടെ ആയുധങ്ങൾ ആത്മീകങ്ങളാണ് എന്നാണ് പറയുന്നത്. ജഡത്തിന്റെ ആയുധങ്ങൾ നമുക്കറിയാമല്ലോ, ഗലാത്യയിൽ ആയുധങ്ങൾ എന്നല്ല അവിടെ പറയുന്നത്, ജഡത്തിന്റെ ഫലമെന്ന് സോറി ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ടെങ്കിലും അത് ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു പോകാം. ഗലാത്യ ലേഖനം 5:19-20 ഞാൻ വായിക്കാം. ജഡത്തിന്റെ പ്രവൃത്തി കേട്ടാ മതി. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശന്ത, ക്രോധം, ശാഠ്യം, സന്തോഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ. അപ്പൊ ആ ജഡത്തിന്റെ ചിന്തകളാണെന്ന് പറഞ്ഞാൽ തന്നെയും അത് ഉപയോഗിക്കുന്നവര് ജഡത്തിന്റെ ആയുധങ്ങളായിട്ടാ ഉപയോഗിക്കുന്നല്ലേ. ക്രോധവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ശാഠ്യവും ഒക്കെ ജഡത്തിൻ്റെതായ കാര്യങ്ങളാണ്. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നെങ്കിലും ഞങ്ങളുടെ ആയുധങ്ങൾ ഇതൊന്നും അല്ല, ഞങ്ങളുടെ ജഡീകമായി ഞങ്ങൾ പോരാടുന്നില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നു ഞങ്ങളുടെ ആയുധങ്ങൾ എന്താണെന്ന്, അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. നമുക്ക് അവിടോട്ട് പോകാം. അപ്പൊ ഇവിടെ പറയുക, ഞങ്ങൾ ജഡത്തിൽ നടക്കുന്നു എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. 4-ാം വാക്യം, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അപ്പൊ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങള് എന്ന് നോട്ട് കാർണൽ ബട്ട് സ്പിരിച്വൽ, കാർണലായിട്ടുള്ള ആയുധങ്ങളല്ല, ജഡീകമായ ആയുധങ്ങളല്ല ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ആത്മീകങ്ങളാണ്, സ്പിരിച്വൽ ആണ്. നമ്മള് കാർണൽ വെപ്പൺസ് എന്തൊക്കെയാ നമുക്ക് പറയുന്നത്? വാള്, തോക്ക്, മനുഷ്യരെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാം എന്ന് പറയാം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമുക്കറിയാം, ധനം, പണം മനുഷ്യരെ നശിപ്പിക്കുന്നതാ അല്ലേ? അതും ആയിട്ട് വരാം. പണം ആവശ്യത്തിന് വേണം, സമ്പത്ത് ആവശ്യത്തിന് വേണം, പക്ഷെ അധികത്തിലായാൽ അത് മനുഷ്യനെ നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മഹത്വം, ശക്തി, സ്വാധീനത, സാമർഥ്യം, ഇതെല്ലാം ജഡത്തിന്റെ ആയുധങ്ങളാ. സാമർഥ്യം കാണിക്കുന്നവരില്ലേ, തങ്ങളുടെ ശക്തി കാണിക്കുന്നവരില്ലേ, ഓരോ അധികാര സ്ഥലങ്ങളിൽ എത്തിയിട്ട് അവരുടെ അധികാരം കാണിക്കുന്നവരില്ലേ, തങ്ങളെ സ്വാധീനം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവരെ അറിയാം ഇവരെ അറിയാമെന്നും പറഞ്ഞിട്ട് ആ സ്വാധീനങ്ങളൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അതൊക്കെ ജഡീക ആയുധങ്ങളാ. അതെല്ലാം ആ മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. അതൊന്നും അല്ല പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. ഇവിടെ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവര് മാനുഷികമായ ആയുധങ്ങളല്ലേ ഉപയോഗിക്കുന്നത്, വിമർശനങ്ങളല്ലേ പൗലോസിന് നേരെ എടുത്ത് ചെയ്യുന്നത്, അപ്പൊ എതിരെ ഉപയോഗിക്കുന്നത്. അപ്പൊ അവർ പറയുകയാണ്, ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, ഞങ്ങളുടെ ആയുധങ്ങൾ സ്പിരിച്വൽ വെപ്പൺസ് ആണ്. നമുക്കൊന്ന് വായിക്കാം. സ്പിരിച്വൽ വെപ്പൺസ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എഫേഷ്യൻസ് 6:12 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമുക്ക് പോരാട്ടം, എഫേഷ്യൻസ് 6:12 മുതലുള്ള വാക്യങ്ങൾ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടത് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ സർവായുധവർഗം എത്ര? ഏതൊക്കെയാ? 14 മുതലുള്ള വാക്യങ്ങൾ.
നിങ്ങൾ അരയ്ക്കു സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷനായുള്ള ഒരുക്കം കാലിനു ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുന്നതായി വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പേൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. അപ്പൊ ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഈ ആയുധങ്ങളൊന്നും അല്ല ഉപയോഗിക്കുന്നത് ജഡീകമായ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞത് പൗലോസ് അപ്പോസ്തലന്റെ ഒപ്പോണൻസ് ഉപയോഗിച്ച ആയുധങ്ങളെ കുറിച്ച്. നമ്മൾ ഈ വാക്യം വായിച്ച എഫെസ്യ ലേഖനം 6-ാം അധ്യായം വായിച്ച അതേ വാക്യത്തിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലന്റെ ഒപ്പോണൻസ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ വായിച്ച സത്യം അരയ്ക്ക് കെട്ടി എന്ന് പറഞ്ഞ ബെൽറ്റ് ഓഫ് ട്രൂത്ത് അല്ലെ. അപ്പൊ അതിന് പകരമായിട്ട് പൗലോസ് അപ്പോസ്തലന്റെ ഒപ്പോണൻസ് കൗശലവും ചതി ഉപായങ്ങളുമാണ് അവരെ ആയുധമാക്കിയിരിക്കുന്നത്. ആ സത്യത്തിന് പകരം അവര് മാനിപ്പുലേഷൻ ആണ് ആയുധമാക്കി ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നീതി എന്ന കവചത്തിന് പകരം മാനുഷികമായ ഔന്നത്യം, വിജയം എന്നിവയാണ് അവരെ ഉപയോഗിക്കുന്നത്. സമാധാന സുവിശേഷം എന്ന ചെരുപ്പ് എന്ന അതിനു പകരം കർണരസകരമായ വാക്കുകൾ. സമാധാന സുവിശേഷമാണ്, പക്ഷെ അവരുടെ ഒപ്പോണൻസ് പറയുന്നത് കർണരസകരമായ വാക്കുകൾ, മറ്റുള്ളവരെ അവരിലേക്ക് വശീകരിക്കാനുള്ള വാക്കുകൾ. വിശ്വാസം എന്ന പരിചയ്ക്ക് പകരം അവരുടെ പവർ എന്ന് പറയുന്ന അവരുടെ പവർ അവരുപയോഗിച്ചു, അവരുടെ ശക്തി അവർ ഉപയോഗിച്ചു. രക്ഷ എന്ന ശിരസ്വത്തിന് പകരം അധികാരങ്ങളെ അവര് ദുരുപയോഗം ചെയ്തു. ദൈവവചനം എന്ന വാളിന് പകരം മാനുഷികമായ പദ്ധതികളും ഉപായങ്ങളും അവര് ഉപയോഗിച്ചു. അപ്പൊ ആ ദൈവത്തിന്റെ ആയുധങ്ങൾ, ദൈവത്തിന്റെ സർവായുധ വർഗം എന്തോ അതിനെതിരായിട്ടുള്ള ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചത്, അതിനെതിരായിട്ടുള്ള ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചത്. അപ്പൊ പൗലോസ് അപ്പോസ്തലനെതിരെ പോരാടാനായിട്ട് അവര് പോരാടുക. ഇതൊരു പോരാട്ടം തന്നെയാണ് അല്ലെ. ഇത് ശരിക്കും ഈ പൗലോസ് അപ്പോസ്തലനോട് നേരെ പൗലോസ് അപ്പോസ്തലന്റെ ഒപ്പോണൻസ് പറയുന്നെങ്കിലും അവരുടെ പുറകിൽ ഒരു ശക്തി ഉണ്ടല്ലേ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞങ്ങളുടെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. അവിടെ നമ്മള് എഫെസ്യ ലേഖനം ഇങ്ങനെ വായിച്ചാൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും എന്നാ പറയുന്നത്. അപ്പം ആര് സുവിശേഷത്തിനെതിരെ എതിർക്കുന്നു എങ്കിലും വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണ്, വിശ്വാസികളുടെ ഇടയിൽ നിന്നും സത്യവചനം പറയുന്നവരോട് എതിരുണ്ട്. അതിന്റെ ബാക്കിൽ അവര് ഒരു പേഴ്സണായിട്ട് നിന്ന് പറയുന്നുവെങ്കിൽ അതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മ സേനയുണ്ട്. അവരറിഞ്ഞോ അറിയാതെയോ അവർക്ക് അടിമകളായി തീരുന്നത്. നമ്മൾ പറയും പുകവലി ആരോഗ്യത്തിന് ഹാനികരമാന്ന് പറഞ്ഞ്, സിഗരറ്റ് തന്നെ വലിക്കത്തില്ലല്ലോ അല്ലേ. ഒരു മനുഷ്യൻ അതിനെ വലിച്ചാലേ ഒക്കത്തുള്ളൂ അല്ലെ, ഉപയോഗിച്ചാൽ യൂസ് ചെയ്താലേ അതിനകത്ത് പ്രയോജനമുള്ളൂ. അതുപോലെ മദ്യം എല്ലാരെയും വന്ന് വെറുതെ പോയി ആക്രമിക്കത്തൊന്നുമില്ല. ആരെങ്കിലും കുടിച്ച് അതിന് അടിമയായി തീർന്നാൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സാത്താന്യ ലോകത്തിനും അടിമയായി കഴിഞ്ഞാൽ മാത്രമേ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടെങ്കിലും അതിന്റെ ബാക്കിൽ വേറൊരു സംഭവം പ്രവർത്തിക്കുന്ന ഓർമ്മ വേണം. സത്യസുവിശേഷത്തിനെതിരെ എപ്പോഴും പോരാട്ടങ്ങളുണ്ട്. അപ്പൊ നമ്മള് എന്തോ ചെയ്യണ്ടേ, അതിനോട് പോരാടി എതിർക്കുകയല്ല ചെയ്യുന്നത്, ആ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊടുക്കുക. നമുക്ക് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പൊ പൗലോസ് അപ്പോസ്തലനെ ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയുണ്ടെങ്കിൽ കർത്താവിന്റെ ആയുധം ധരിച്ചു കൊടുക്കുക. കർത്താവിന്റെ ആയുധം എന്തായിരുന്നു? ഫിലിപ്പ് ലേഖനം 2:6, 7, 8 പറയുന്നുണ്ട്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അപ്പൊ നമ്മൾക്കും എതിരുകൾ വരുമ്പോൾ നമ്മൾ കർത്താവിനെ പോലെ ആയിരിക്കണം. ആ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു, തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്ന പുത്രനെ പോലെ ക്രിസ്തുവും നമുക്ക് പിന്തുടരുവാൻ നമുക്കൊരു എന്ത് വെച്ചു പോയിരിക്കുന്നത്? മാതൃക വെച്ചു പോയിരിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളും മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കണം. നമ്മൾ ഓരോരുത്തരോടും ദൈവവചനം ഇങ്ങനെ പറയുന്നത്. അപ്പം
ഈ ജീസസ് എന്താ ചെയ്ത്? തന്നെത്താൻ താഴ്ത്തി, ഹംബിൾ ഹിംസെൽഫ്. അപ്പം കർത്താവ് നമ്മളോട് ഇങ്ങനെ ഹംബിൾ യുവർ സെൽഫ്, ഡൈ ടു യുവർ സെൽഫ്. പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ട നമ്മുടെ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പം ഹംബിൾ യുവർ സെൽഫ്, ഡൈ ടു യുവർ സെൽഫ്, ലെറ്റ് ഗോഡ് ഷോ ഹിസ് റിസറക്ഷൻ പവർ ത്രൂ യു. അപ്പൊ നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എന്തുകൊണ്ടാ കർത്താവ് നമ്മോട് പറയുന്നത് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ? നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ കർത്താവ് കർത്താവ് അവിടെ ജയിക്കും. അല്ല, കർത്താവ് നമ്മളെ ജയിക്കാൻ അനുവദിക്കുക. കാരണം നമ്മള് മിസ്രൈമിൽ നിന്നും യഹൂദ ജനം മരുഭൂമിയിലൂടെ കടന്നുപോയപ്പോ അവർക്ക് അനേകം രാജ്യങ്ങളെ ജയിക്കേണ്ടതായിട്ട് വന്നു. അവിടെ കൽപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഇഷ്ടികയൊക്കെ ഉണ്ടായിരുന്ന ജനത്തിന് യുദ്ധം എന്തെന്നറിയാത്തൊരു ജനമല്ലായിരുന്നോ? പക്ഷെ അവര് ആ മരുഭൂമിയിൽ പോയി ഒരു പ്രാവശ്യം ഒഴിച്ച്, അല്ലെ 2 പ്രാവശ്യം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും ആ ഉള്ള രാജ്യങ്ങളെ മുഴുവൻ ജയിച്ചു. എന്തുകൊണ്ടാ? അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ആരായിരുന്നു? ദൈവമായിരുന്നു യുദ്ധം ചെയ്യുന്ന പറയാം. അവർക്ക് യുദ്ധമുറകളൊന്നും അറിയത്തില്ല. അവർക്ക് വിജയം കൊടുത്തത് ദൈവമായിരുന്നു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത്. അതുപോലെ തന്നെ ആ പഴയ നിയമത്തിൽ അങ്ങനെ സംഭവിച്ചു എങ്കിൽ നമുക്കും എന്താ വിശ്വസിക്കാൻ പറ്റാത്ത? എങ്ങനെ? നമ്മോട് എതിർക്കുന്നവരോട് മിണ്ടാതിരിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ ദൈവം അവിടെ പെരുമാറിക്കൊള്ളും. നമ്മൾ പറയാം, അയ്യോ അവരുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല, ഞാൻ എത്ര ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ സാരമില്ലെന്നേ, അവരറിഞ്ഞില്ലേ. അപ്പം ചിലർ പറയും, എങ്കിൽ അവരറിയണ്ടായോ, എനിക്കൊന്ന് പറയണ്ടായോ? വേണ്ടാന്നേ, അവരറിയണ്ട. നമ്മൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. അവരെ ദൈവം അറിയിക്കണമെങ്കിൽ അവരെ അറിയിച്ചോളൂ. മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. യുദ്ധം യഹോവയ്ക്കുള്ളതാ. അതുപോലെ തന്നെ റോമാലേഖനത്തിലും പൗലോസപ്പോസ്തലൻ പഴയ നിയമത്തിലും എടുത്തു തന്നെ പറയുന്നുണ്ട്, പ്രതികാരം യഹോവയ്ക്കുള്ളത്, കർത്താവ് പകരം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ തിന്മയ്ക്ക് പകരം ചെയ്യാതെ ആ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, അവന് ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കണ്ടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മിണ്ടാതിരിക്കാനാ ദൈവം പറഞ്ഞേക്കുന്നത്. അവന് ശത്രുവിന്റെ വിശന്നാലും കൊടുക്കുക, ആഹാരം കൊടുക്കുക. നമ്മളെ ശത്രുവിനെ സ്നേഹിക്കാനാ പറഞ്ഞേക്കുന്നത്. തിരിച്ചു വരാം. അപ്പം ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മൾ ആയിരിക്കണം എന്നാണ് ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നു, ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, പിന്നെന്താണ്? കോട്ടകളെ തകർപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. ഈ കോട്ടകളെ തകർപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ഏത് ആയുധങ്ങളാ ഉള്ളത് നമുക്ക്? ഞാൻ പറയാം, ജീവിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, അല്ലെ? വിശ്വാസം ഇല്ലാത്ത ആരാ? ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും വിശ്വാസമുണ്ട്, എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഞാനിപ്പോ ഈ ചെറിയ ഇരിക്കുന്നെങ്കിൽ ആ ചെയർ നല്ലതാണെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇതിന്റെ സ്ക്രൂ ഒന്നും അഴിഞ്ഞു കിടക്കുക അല്ലാന്നൊരു വിശ്വാസം എനിക്കുണ്ടല്ലേ. ഞാൻ ഈ ചെയറിൽ ഇരിക്കുമ്പോൾ ഈ ചെയർ ഒടിഞ്ഞു പോകുന്ന ചെയറാണ് ഞാൻ ഇതിനകത്തിരിക്കുവോ? ഒരിക്കലും ഇല്ല. അപ്പം ചെയറിലും എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ നമുക്ക് ദൈവത്തിൽ തന്നെയല്ല വിശ്വാസം, പലതിലും നമുക്ക് വിശ്വാസമുണ്ട്. നമ്മളൊരു പേന എടുക്കുന്നു, ആ പേന എടുക്കുമ്പോ ഇതിനകത്ത് ഇങ്ക് ഉണ്ടെന്ന് നമുക്ക് കാണാം. ആ ഇങ്ക് കൊണ്ട് നമുക്ക് എഴുതാൻ ഒക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ എഴുതാൻ ആ പേന എടുക്കുന്നത്. അതുപോലെ നമ്മൾ കൈ കൊണ്ട് എഴുതാൻ ഒക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് എഴുതുന്നത്. അതുപോലെ ഓരോന്നിലും നമുക്ക് വിശ്വാസമുണ്ട്. നമ്മൾ പലതിലും വിശ്വസിക്കുക. നമ്മൾ മെഡിസിൻ ഒക്കെ കഴിക്കുമ്പോഴേ ദൈവത്തെ വിളിച്ചോണ്ടാ നമ്മൾ എല്ലാരും കഴിക്കാറുള്ളത്. ദൈവമേ മെഡിസിൻ എടുത്തിട്ട് രക്ഷിക്കണമെന്ന് പറയുന്നവരൊക്കെ ചുരുക്കമാണ്, അല്ലേ? പക്ഷെ ആ മെഡിസിനെ വിശ്വസിക്കുന്നുണ്ട്. ഒരു തലവേദന വരുമ്പം നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാൻ പോവോ, അതോ പാരസിറ്റമോൾ ടൈലിനോൾ കഴിക്കാൻ പോവോ? എന്താ ചെയ്യാൻ പോകുന്നത്? ടൈലിനോൾ കഴിക്കാൻ പോവോ? എന്താ ടൈലിനോൾ കഴിച്ചാൽ മാറുമെന്ന വിശ്വാസം എനിക്കുണ്ട്, അല്ലേ? അല്ലെങ്കിൽ ഒരു ബാമെങ്കിലും പറ്റി കഴിഞ്ഞ് പ്രാർത്ഥിക്കത്തുള്ളൂ, അല്ലേ? അപ്പൊ ആ വിശ്വാസമല്ല നമുക്ക് വേണ്ടത്. ജീവനുള്ള വ്യത്യാസമുണ്ട്. ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസമുണ്ട്. എന്താ? ഞാൻ വിശ്വസിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഏത് ആപത്തിൽ നിന്നും എന്നെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന വിശ്വാസം. അല്ലാതെ എല്ലാരും പറയുന്ന പോലെ പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ എല്ലാം ദൈവത്തിലേക്ക് കൊടുത്തു. പക്ഷെ എന്തൊരു പ്രശ്നം വന്നാലും ഉടനെ കരയാനും
ബഹളം വെക്കുവാനാ തുടങ്ങുന്നത്. അതല്ല വിശ്വാസം. ആദ്യം ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന വിശ്വാസം വേണം. കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ അങ്ങനെ ഒരു ദൈവം നമ്മോട് കൂടെ, ശക്തനായ ഒരു ദൈവം നമ്മോട് കൂടെ ഉള്ള വിശ്വാസം വേണം. ആ ദൈവത്തിന്റെ ആ വിശ്വാസം, ആ ദൈവമാണ് നമുക്ക് വചനം തന്നേക്കുന്നത്. ആ ജീവിക്കുന്ന ഒരു വചനം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. അതുപോലെ തന്നെ പ്രാർത്ഥന നമുക്ക് വേണം. എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കണ്ടേ? എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥിക്കാം. നമുക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത എല്ലാം പ്രാർത്ഥിക്കാം. പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴും നമുക്കൊരു വിശ്വാസം വേണം. നാം പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവം തരുമെന്നുള്ള വിശ്വാസമല്ല, നാം പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവം കേൾക്കുന്നു എന്നുള്ള വിശ്വാസം. കാരണം പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവം നമുക്ക് തരികയില്ല. എല്ലാം തരികയില്ല. കാരണം ദൈവം എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് തരികയാണെങ്കിൽ ഞാൻ വിളിക്കുന്ന ദൈവം ദൈവമല്ല. കാരണം എനിക്ക് വേണ്ടുന്നത് മാത്രമേ ദൈവം എനിക്ക് തരത്തുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ദൈവം തരത്തില്ല. എനിക്ക് വേണമെന്ന് ദൈവം, എന്നെ ദൈവത്തിങ്കിലേക്ക് നടത്തുവാൻ പ്രാപ്തമായ കാര്യങ്ങളെ ദൈവം തരത്തുള്ളൂ. ഇപ്പൊ എനിക്കൊരു കാറ് വേണമെന്ന് പറഞ്ഞാൽ ദൈവം തരും. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അതൊക്കെ തരും. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ എന്തെങ്കിലും ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്ന എങ്കിൽ ദൈവം അതെനിക്ക് തരില്ല. അതിനായി ദൈവത്തിന് സ്തോത്രം. നാം ജീവിതത്തിൽ എത്രത്തോളം കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്. തരാതിരുന്ന കാര്യങ്ങൾക്കൊക്കെ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇന്നും വചനവുമായി നിൽപ്പാനും ദൈവത്തെ അടുത്തറിയുവാനും നമുക്കിടയായി തീർന്നത്. ഈ ലോകത്തിൽ നാം ചോദിച്ചതെല്ലാം ദൈവം നമുക്ക് തരുവായിരുന്നു എങ്കിൽ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയേനെ. അപ്പോൾ വിശ്വാസം എന്താ? പ്രാർത്ഥിക്കുമ്പോ എന്താ? വിശ്വാസം ഉണ്ടായിരിക്കണം. എന്താണ്? എനിക്ക് ആവശ്യമുള്ള ദൈവം തരും, അത് ശരിയാണ്. പക്ഷെ എന്റെ പ്രാർത്ഥനയെല്ലാം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ പോലും അടുത്തറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ചിന്ത വേണം. എന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ ഞാൻ പറയാതെ എന്റെ അടുത്തിരുന്നവർക്കോ എന്റെ കൂടെ ഉറങ്ങുന്നവർക്കോ അറിയാൻ കഴിയുകയില്ല. പക്ഷേ എന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ പോലും എന്റെ ദൈവത്തിന് അറിയാമെന്നുള്ള ചിന്ത നമുക്കുണ്ടായെങ്കിൽ അതാണ് യഥാർത്ഥ വിശ്വാസം. അപ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടത് യഥാർത്ഥ ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം, പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അതുപോലെ പ്രാർത്ഥിക്കുന്നതും വചനം വായിക്കുന്നതും വിശ്വാസവും എല്ലാം വേണം. പക്ഷെ ആ വിശ്വാസത്തിനൊരു അനുസരണം ഉണ്ടായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളെ വിശ്വാസത്തിന് അനുസരണം പ്രാപിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ പക്ഷെ നമ്മൾ വിശ്വാസം ഉണ്ടായിരിക്കണമെന്നാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, വിശ്വാസത്തിന് അനുസരണം വരുത്തേണ സകല ജാതികളുടെ ഇടയിലെന്ന് അവിടെ പറയുന്നുണ്ട്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ തുടങ്ങുന്ന സമയത്ത് തന്നെ. അപ്പം വിശ്വാസത്തിന് അനുസരണം ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ ആയുധങ്ങള്. ഇത്ര മാത്രം മതി, വേറൊന്നും നമുക്ക് വേണ്ട. ദൈവത്തുള്ള വിശ്വാസം വേണം, പ്രാർത്ഥന വേണം, ദൈവവചനത്തോടുള്ള അനുസരണം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ ഡൈ ടു യുവർ സെൽഫ്, ഹംബിൾ യുവർ സെൽഫ്, ഇതെല്ലാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം മഹത്വം എടുക്കണം നമ്മുടെ ജീവിതത്തിൽ കൂടെ. നമ്മളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം. എന്റെ സാമർത്ഥ്യം അവിടെ കാണിക്കരുത്. അതാണ് വചനത്തിന്റെ അനുസരണം. ഇനി അപ്പൊ ഈ ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസം, പ്രാർത്ഥന, ദൈവവചനത്തോടുള്ള അനുസരണം എന്നിവയാണ് യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ പോരാളിയായ ഒരു ദൈവ പൈതലിന്റെ ആയുധങ്ങൾ. ഇവയാലാണ് സാത്താന്റെ കോട്ടകൾ തകരുന്നത്. ഇവയാലാണ് സാത്താന്റെ കോട്ടകൾ തകരുന്നത്. അപ്പം കോട്ടകൾ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഹോൾസ്.
ഫോർട്രസ്, കൊരിന്ത് പോലുള്ള, അങ്ങനെ ഇവിടെ പറയാൻ കാരണം ഒരു പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഒരു മിലിറ്ററി രീതിയിലാണ്, ആ ഒരു യുദ്ധമുറകളോടുള്ള ഒരു സാദൃശ്യത്തിലാണ് ഇവിടെ പറഞ്ഞത്, ആ ഒരു പ്രയോഗമാണ് പറയുന്നത്. അപ്പൊ അവിടെ കൊരിന്ത് പോലുള്ള വലിയ നഗരങ്ങളിലൊക്കെ ശത്രുക്കളെ നേരിടാൻ വേണ്ടി ഒളി സങ്കേതങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, യുദ്ധങ്ങളൊക്കെ നടക്കുമ്പം ഒളിച്ചിരുന്ന എതിർ സൈന്യത്തോട്, എതിർ രാജ്യ സൈന്യങ്ങളോട് ഇടപെടുന്ന, നേരിടുന്ന യുദ്ധമൊക്കെ ചുരുക്കമാണ് അല്ലെ. അപ്പൊ എതിർ വരുന്ന ആൾക്കാരോട് അല്ലെ സൈന്യത്തോട് പോരാടുന്ന ഒളിസങ്കേതങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കോട്ടകളൊക്കെ എന്നൊക്കെ പറയുമായിരുന്നു അതിനൊക്കെ. അപ്പം മറ്റുള്ളവർക്ക് അവരെ കാണരുത്, പക്ഷെ അവരെ കാണുകയും വേണം. അവരെ ആ ഒരു ഒളിസങ്കേതങ്ങൾ ഉപയോഗിച്ചായിരുന്നു അവര് യുദ്ധങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പം പൗലോസ് പറയാ, ആ ഒളി സങ്കേതങ്ങൾ അവരുപയോഗിച്ചിരുന്നു, അതിനേക്കാളും ശക്തിയുള്ളവയാണ് ദൈവസന്നിധിയിൽ ഞങ്ങളുടെ ആയുധങ്ങള്. ഞങ്ങളുടെ ആയുധങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ, വിശ്വാസം, പ്രാർത്ഥന, ദൈവവചനം, ഇതൊക്കെ ഉള്ളു ഞങ്ങൾക്ക്. പക്ഷെ അതൊക്കെയും മറ്റുള്ള ആയുധങ്ങളെക്കാളും ദൈവസന്നിധിയിൽ ആ ശക്തിയുള്ളവയാണ്. ഇപ്പൊ നമുക്കെന്താ ആയുധങ്ങള്? ഇപ്പൊ അവിടെയൊക്കെ പറഞ്ഞു, അവിടെ ആ കോട്ടകളുടെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും, പക്ഷെ ഇവിടെ എന്നാ, പൗലോസിനെ എതിർക്കുന്നവര് സാത്താന്റെ ഒളിവ് സങ്കേതങ്ങളില അല്ലെ, സാത്താന്റെ ഒളിത്താവളങ്ങളാ അവര് പ്രയോഗിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സാത്താൻ വന്നിട്ട് നേരെ നിന്നിട്ട് പിശാചിനെ നമ്മൾ നോക്കുമ്പോൾ ഒരു 2 കൊമ്പും ഒക്കെ ഉള്ള ഒരു കറുത്ത മനുഷ്യനായിട്ടാ കാണുന്നേ അല്ലേ. പക്ഷെ ആ കറുത്ത മനുഷ്യനായിട്ട് വന്ന് നിൽക്കുമ്പം 2 കൊമ്പൊക്കെ ഉള്ള ആളായിട്ട് വന്ന് നിൽക്കുമ്പം എല്ലാവർക്കും അറിയാം. പക്ഷെ സാത്താൻ മിക്കവാറും വരുന്നത് വെളിച്ചദൂതന്റെ വേഷത്തിലാണ്. ഓക്കെ, അപ്പം ചിലപ്പോ നമ്മുടെ കൂട്ടുകാരായിട്ടായിരിക്കും വരുന്നത്, അറിയത്തില്ല. അതുകൊണ്ട് അതിനെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ മനസ്സിലാക്കിയേ പറ്റില്ല. അപ്പൊ ഇവിടെ പറയുകയാണ്, ഞങ്ങളുടെ ആയുധങ്ങൾ സാത്താന്റെ ഒളി സങ്കേതങ്ങളെ അല്ലെങ്കിൽ കോട്ടകളെ തകർക്കാൻ ദൈവസന്നിധിയിൽ കഴിയുന്നതാണ്. നമ്മളാണോ തകർക്കുന്നത്? നമ്മൾ അനുസരണത്തോടെ ഇരുന്നാൽ മതി, ദൈവമാണ് ഇതിനെയൊക്കെ തകർക്കുന്നത്. അപ്പം വചനമെന്ന വാള്, വിശ്വാസമെന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രമൊക്കെ ഉപയോഗിക്കണം. നമുക്ക് ഇവിടെ തന്നെയല്ല, നമുക്ക് പഴയ നിയമത്തിൽ ഇതൊക്കെ കാണുവാനായിട്ട് കഴിയും. ഞാൻ 1-2 വാക്യങ്ങൾ, ഞാൻ ഒന്നും ആയില്ല, 1-2 വാക്യങ്ങൾ മാത്രം വായിച്ചിട്ട് നമുക്ക് നിർത്താം, സമയമായി വരുന്നല്ലോ, നമുക്ക് സമയമായി. ഓക്കെ, പഴയ നിയമത്തില് യിരെമ്യാവിനോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, വചനം എന്ന വാൾ ഉപയോഗിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കർത്താവും തന്നെ യിരെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം എടുക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാം, കർത്താവും തന്നെ എതിർട്ട് വന്ന സാത്താനോട് വചനമല്ലേ ഉപയോഗിച്ചത് അല്ലേ, വേറൊന്നും ഉപയോഗിച്ചില്ല, സാത്താനെ പോകാനൊന്നും പറഞ്ഞില്ലല്ലോ, അവിടെ വചനം മാത്രമാണ് കർത്താവ് ഉപയോഗിച്ചത്, ഫൽസിക്കാനൊന്നും പോയൊന്നുമില്ല. യിരെമ്യാവ് 1:9, പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. യിരെമ്യാവ് വലിയൊരു പ്രവാചകനായിരുന്നെങ്കിലും യിരെമ്യാവ് ദൈവത്തോട് പറയാ, ഞാനൊരു ബാലകനാ, എനിക്ക് ഇവരോടൊന്നും പോയി പറയാനൊക്കത്തില്ല. ഏകദേശം ഈ 16-20 വയസ്സൊക്കെ കാണത്തുള്ളൂ യിരെമ്യാവിന്. ഇത്രയും വലിയ ഇസ്രായേൽ ജനത്തോട് പറയാനായിട്ട് എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ദൈവത്തോട് പറയുമ്പോൾ ദൈവം പറയുകയാണ്, പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാൻ വേണ്ടി ഞാൻ ഇന്ന് നിന്റെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും. എന്തുവാ? ദൈവം യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു ഈ യിരെമ്യാവിന്. അവർക്കെതിരെ ഒന്നും നിൽക്കണ്ടായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് കൊട്ടക്കൊണ്ടിലൊക്കെ ഇട്ടുപോലും യിരെമ്യാവിനെ അല്ലേ. അന്ന് പഴയ നിയമകാലത്തെ പ്രവാചകന്മാരൊക്കെ പറയുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയും, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞ വാക്കുകൾ മാത്രം മതിയായിരുന്നു അതിനൊക്കെ. യൂദായുടെ ലേഖനത്തിൽ ഒരു കാര്യം കാണുന്നുണ്ട്, മീഖായേല് സാത്താനോട് എതിരിടുന്നത്. ആ ഒരു ദൂതന് നമ്മള് യെഹിസ്ക്യാവിന്റെ സമയത്ത് അശ്ശൂർ രാജാവ് ഇസ്രയേലിനെ നശിപ്പിക്കാനായിട്ട് വരുമ്പോഴേ അശ്ശൂർ രാജാവിന്റെ സൈന്യത്തെ എതിരിടാനായിട്ട് ഒരു ദൂതനെ അയക്കുന്നത്. അവിടെ പറഞ്ഞ എനിക്ക് തോന്നുന്നു 1,80,000 പേരെ ഒറ്റ ദൂതൻ നശിപ്പിച്ചെന്നാ നമ്മൾ പറയുന്നത്, കൊന്നെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ അതിലും വലിയ
പ്രധാന ദൂതൻ, വലിയ അധികാരമുണ്ടായിരുന്ന മീഖായേൽ സാത്താനോട് എതിരിട്ട് നിന്നതെന്ന് എങ്ങനെയാണെന്ന് അറിയാമോ? വായിക്കാം. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഭത്സിച്ചൊന്നുമില്ല, ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. എതിർട്ടൊന്നും നിന്നില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം, അവിടെ വചനമാണ് പ്രയോജനപ്പെടുന്നത്. ഓക്കെ, 2 വാക്യങ്ങളോട് വായിച്ചിട്ട് ഞാൻ ഇവിടെ നിർത്താം. എബ്രായ ലേഖനം 4:12 നമുക്കറിയാമല്ലോ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധ്യമജ്ജകളെയും വേർപിടിയിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. 1 തെസ്സലോനിക്കർ 5:8. നാമോ പകലിനുള്ളവരാകിയാൽ, വെളിച്ചത്തിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. അപ്പൊ നമുക്കിതൊക്കെയാ വേണ്ടത്. യോഹന്നാൻ 17:17 സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അപ്പം ആത്മീക ആയുധങ്ങൾ ജഡീകങ്ങളെക്കാൾ ശക്തിയുള്ളവയാണ്. നമുക്ക് ബാക്കി പിന്നെ കുറെ ഉണ്ട്, നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമ്മൾ ഇതെല്ലാം പഠിച്ചത് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ ദൂരെ ഇരിക്കുമ്പോൾ തന്റേടിയാണ്, സിംഹത്തെ കുറിച്ച് പോലെ ഗർജിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ വളരെ താഴ്മയുള്ളവനായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നവരോടാ പൗലോസ്. എന്നിട്ട് അവർ പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ അപേക്ഷിക്കുക, ക്രിസ്തുവിന്റെ സൗമ്യതയും ആ ശാന്തതയും ഓർപ്പിച്ച് താഴ്മയോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്താ പറയുന്നത്? പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത് ജഡത്തെ അനുസരിച്ച് നടക്കുക, കാർണലാണെന്ന്, ഒരു കാർണൽ ബീങ് ആണെന്നുമാണ് പൗലോസ് അപ്പോസ്തലനെ പറയുന്നത്. ക്രിസ്തുവിൽ ശിശുവാണെന്ന് ആ പറയുന്ന അവളോട് പറയുകയാണ്. അവര് പറയുകയാണ്, പൗലോസ് ജഡത്തെ അനുസരിച്ച് നടക്കുക. അങ്ങനെയുള്ളവരോട് പൗലോസ് പറയുന്നത്, ഞങ്ങള് ജഡത്തിൽ നടക്കുന്നവരാണ്, പക്ഷെ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ തകർപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള. അവരുടെ ആയുധങ്ങൾ പറഞ്ഞു, അവര് ദൂഷണവാക്ക് ഉപയോഗിച്ചു, അവരുടെ ശക്തി ഉപയോഗിച്ചു, അവരുടെ ജ്ഞാനം ഉപയോഗിച്ചു, അവരെല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചു. പക്ഷെ ഞങ്ങളുടെ ആയുധങ്ങൾ ഇതൊന്നുമല്ല. ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ, കോട്ടകളെ തകർക്കുന്നവയാണ്. പക്ഷെ ഞങ്ങളുടെ ആയുധങ്ങൾ, പോരിന്റെ ആയുധങ്ങൾ സ്പിരിച്വൽ മാത്രമാണ്. അല്ലെങ്കിൽ ഞങ്ങള് ഭൗതികമായ മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു ആയുധങ്ങളും ഉപയോഗിച്ചില്ല. ഞങ്ങൾ ആത്മീയമായ ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. നമ്മൾക്കും അത് തന്നെ ആയിരിക്കണം. നമ്മളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളും മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. നമ്മുടെ വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കുക. കാരണം യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മൾ ആർക്കും വേണ്ടി യുദ്ധം ചെയ്യേണ്ട, ആരും വേണ്ടി തിരിച്ചു പറയേണ്ട. ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നമ്മൾ മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. നമ്മൾ വചനത്തിൽ ആശ്രയിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരു കേൾക്കുന്ന ഒരു ദൈവം, എൻ്റെ ഹൃദയത്തിലെ അന്തരങ്ങളിലെയും എല്ലാ ചിന്തകളെയും വിവേചിക്കുന്ന ഒരു ദൈവം, അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള വിചാരം വേണം. അതുപോലെ തന്നെ നാം വചനത്തിൽ ആശ്രയിക്കുക, വചനം അനുസരിക്കുക. ഓരോ ദിവസവും നാം കേൾക്കുന്ന വചനങ്ങളെ നമുക്ക് അനുസരണത്തിന് കാരണമായി തീരട്ടെ. ഞാൻ പറയുന്നില്ല പെട്ടെന്ന് അങ്ങ് അനുസരിക്കാൻ കഴിയുന്നൊന്നും പറയുന്നൊന്നുമില്ല. ചെറിയ രീതിയിൽ നമ്മൾ ഒരെണ്ണം അനുസരിച്ച് അങ്ങനെ നമ്മൾ പഠിക്കുന്നത് അനുസരിച്ച് ചെറിയ കാര്യങ്ങളിൽ നാം മനസ്സുള്ളത്. നമ്മൾ വലിയ കാര്യത്തിൽ, നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നത് ചുരുക്കമാണ്. 99% ദൈനംദിന കാര്യങ്ങളാ, ചെറിയ കാര്യങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. വലിയ കാര്യങ്ങളൊക്കെ ചിലപ്പം വരുന്നത് റെയറായിട്ടുള്ള കാര്യങ്ങളാ. നമ്മുടെ വലിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചെറുതാ, പക്ഷെ കുറവേ ഉള്ളൂ. പക്ഷെ ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തെ അനുസരിക്കാനായിട്ട് നാം ശ്രമിക്കുക, നമ്മൾ അനുസരിക്കുക. പക്ഷെ നമ്മൾ ഇതൊക്കെ അറിയണമെങ്കിൽ എന്താ നമുക്ക് വേണ്ടത്? നമ്മൾ വചനം പഠിക്കുക. എല്ലാ കാര്യങ്ങളും, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളതെല്ലാം നമുക്ക് ദൈവം എഴുതി തന്നിട്ടുണ്ടല്ലേ. നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടുന്ന എല്ലാം നാം എഴുതി തന്നിട്ടുണ്ട്. നമ്മൾ ദൈവമക്കളായത് നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാ. അപ്പൊ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവവചനം പഠിക്കുക, ദൈവവചനം അനുസരിക്കുക, വേണ്ടാത്തൊന്നും കേൾക്കാതെയും കാണാതെയും ജീവിക്കുക. നമുക്ക് വേണ്ടുന്നത് മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുക. ദൈവവചനത്തിനനുസരിച്ച് മാത്രം ജീവിക്കുക, അനുസരിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ വചനങ്ങളെ അതൊന്ന് സഹായിക്കട്ടെ. പഠിക്കാനുള്ള കൃപ നമുക്ക് തരട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.